എല്ലാവർക്കും നമസ്കാരം. അമൃതഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭാരതത്തിലെ പുണ്യനദികളായ ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥലമായിട്ടുള്ള പ്രയാഗ്രാജിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗുജറാത്തിലെ വഡോദരയിൽ നിന്നാണ് നമ്മൾ ഈ പ്രയാഗ്രാജിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മൾ വഡോദരയിൽ നിന്ന് കാൺപൂരിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റുകളൊന്നും, അയോധ്യയ്ക്ക് ബുക്ക് ചെയ്തിരുന്ന, ഇവിടുന്ന് വഡോദരയിൽ നിന്ന് ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റുകളൊന്നും കൺഫേം ആയില്ല. അപ്പോൾ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഒന്ന് അയോധ്യയ്ക്ക് നോക്കിയിട്ട് അയോധ്യയ്ക്ക് കിട്ടാഞ്ഞിട്ട് പിന്നെ ഇന്നലെ തന്നെ ഞാൻ പ്രയാഗ്രാജിന് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു, അതും കൺഫേം ആയില്ല. പിന്നെ ഇന്നലെ രാത്രി തന്നെ എനിക്ക് കാൺപൂരിനുള്ളൊരു ടിക്കറ്റ് നോക്കിയപ്പം ഇന്ന് രാവിലെ 10:45 ഇവിടുന്ന് വഡോദരയിൽ നിന്ന് പോകുന്ന ഒരു ടിക്കറ്റ് കാൺപൂരിന് ഉള്ളൊരു ടിക്കറ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം കാൺപൂരിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, കുറച്ച് ദൂരമല്ല, ഒരു 3-4 മണിക്കൂർ യാത്രയേ ഉള്ളൂ അയോധ്യയിലേക്ക്. അപ്പം ഇന്ന് 10:45 ഇവിടുന്ന് തിരിച്ച് നാളെ 7 മണിക്ക് കാൺപൂർ എത്തും. കാൺപൂരിൽ നിന്ന് അയോധ്യയോ പ്രയാഗ്രാജോ ആദ്യം അങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചില്ല. അപ്പോൾ അങ്ങനെ 2 ദിവസം അപ്പം വഡോദരയിൽ താമസിച്ചു. അപ്പോൾ ഇന്നലെ പട്ടേൽ പ്രതിമ ഒക്കെ കാണാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇന്നിപ്പം യാത്ര ഇവിടുന്ന് വീണ്ടും കാൺപൂരിലേക്കുള്ള യാത്ര തുടരുവാണ്. നമുക്ക് വഡോദരയിൽ നിന്ന് അയോധ്യയ്ക്കും പ്രയാഗ്രാജിനും ഒന്നും ട്രെയിൻ കിട്ടിയില്ല, കാൺപൂരിനുള്ള ട്രെയിനാണ് കിട്ടിയത്. പക്ഷേ ആ ട്രെയിൻ പോകുന്നത് നമ്മൾ ഇവിടെ താമസിച്ച റൂമിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നല്ല പോകുന്നത്. നമ്മൾ താമസിച്ചത് വഡോദര റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അവിടെ നിന്നല്ല ഛായാപുരി എന്ന് പറഞ്ഞ് വേറെ റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ ഛായാപുരി വരെ ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടുന്ന് ഓട്ടോയ്ക്ക് വല്ലതും ഈ ഛായാപുരി ചെന്നിട്ട് വേണം, അവിടെ നിന്നാണ് നമുക്ക് കാൺപൂരിനുള്ള ട്രെയിൻ കിട്ടുന്നത്. ഛായാപുരി നമുക്ക് ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടി 50 രൂപയാണ് ഇവിടുന്ന് ഛായാപുരി റെയിൽവേ സ്റ്റേഷൻ വരെ. നമ്മളിപ്പം വഡോദര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഛായാപുരി റെയിൽവേ സ്റ്റേഷനോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഛായാപുരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ഛായാപുരി എന്ന് പറയുന്ന പേര് ഈ സ്ഥലത്തിന് വരാനായിട്ട് കാരണം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഈ സൂര്യൻ്റെ ഭാര്യയായിരുന്നു ഛായ എന്ന് കേട്ടിട്ട് അങ്ങനെ വല്ലോ കണക്ഷനോ ഉണ്ടോ? അറിയാവുന്നവരാരെങ്കിലും കമൻറ്റ് ചെയ്താൽ നല്ലതായിരുന്നു. अहमदाबाद दानापुर स्पेशल एक्सप्रेस अहमदाबाद से चलकर कोटरा रतलाम कोटा. ഈ വഡോദരയിൽ നിന്ന് ഏകദേശം 1100 കിലോമീറ്ററിന് മുകളിലുണ്ട് കാൺപൂർ വരെ. ഇന്നിപ്പം 11 മണി ട്രെയിൻ സ്റ്റേഷൻ ലേറ്റുമായിട്ട് 11 മണിയാകുമ്പോഴാണ് ട്രെയിൻ വരുന്നത്. അപ്പം നാളെ രാവിലെ ഒരു 7:30-8 മണിയോട് കൂടിയിട്ടേ കാൺപൂരിൽ എത്തുകയുള്ളൂ. നമ്മൾ കാൺപൂരിൽ ചില നേരത്തെ എത്തി, ട്രെയിൻ എത്തേണ്ടതിനെ കഴിഞ്ഞ് 1 മണിക്കൂർ നേരത്തെ കാൺപൂരിലെത്തി. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ നേരത്തെ എത്തുമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു പ്രയാഗ്രാജിനുള്ള. ആ ട്രെയിൻ മിസ്സായി. അപ്പം നമ്മളിനി ബസ്സിന് പോകാൻ നിവൃത്തിയുള്ളൂ. കാൺപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കാൺപൂർ ബസ് സ്റ്റാൻഡിലോട്ട് ഇപ്പം ഓട്ടോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ സ്റ്റേറ്റ് ബസ്സുകൾ പ്രയാഗ്രാജിനുണ്ട്. പ്രയാഗ്രാജിൻ്റെ പേര് മാറ്റിയെങ്കിലും ഇവിടെ ബസ്സുകാരൊക്കെ ഇപ്പോഴും ഇലഹബാദ് എന്നാണ് വിളിക്കുന്നത്. കാൺപൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഇലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈ യാത്രയൊന്നും നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു യാത്രയൊന്നും ആവശ്യം വരുമെന്ന് പ്രതീക്ഷിച്ചല്ല. ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് ഓർത്തത്. ട്രെയിൻ കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു യാത്ര ആവശ്യം വരുന്നത്. കാൺപൂരിൽ നിന്ന് നമ്മൾ ഒരിക്കലും എത്തേണ്ട ആവശ്യമേ ഇല്ലാത്തതാണ്. കാൺപൂരിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി നമ്മൾ പ്രയാഗ്രാജ് ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നമുക്കിനി സംഗമം നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. സംഗമ ഘാട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടുള്ള ബസ്സുകളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. നേരത്തെ ഞാൻ ഇവിടെ ഈ കുംഭമേള നടന്ന ഒരു സമയത്ത് തോന്നുന്നുണ്ട്. അന്നേരം ഇവിടുന്ന് ഇഷ്ടംപോലെ ബസ്സുകളുണ്ടായിരുന്നു. ഈ ലോ ഫ്ലോർ ബസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് ഈ സംഗമ ഘാട്ടിലേക്ക്, സംഗമം നടക്കുന്ന സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ഇവിടെ നിന്ന് ബസ്സുകളൊന്നും കാണുന്നില്ല. നമുക്ക് ബസ് സ്റ്റാൻഡിനോട് നിന്ന് കുറച്ച് മാറി ഒരു ലോ ഫ്ലോർ ബസ് കിട്ടി. ആദ്യം ആ ലോ ഫ്ലോർ ബസ്സിന് വന്നൊരിടത്ത് ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഓട്ടോയ്ക്ക് കയറി നമ്മൾ ഏകദേശം ഈ സംഗമസ്ഥാനത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് യാതൊരു വിധ പരിചയം തോന്നുന്നില്ല. അന്ന് വന്നപ്പോൾ ഇവിടെ കുംഭമേള നടക്കുന്ന സമയമായിരുന്നു, നല്ലപോലെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കിവിടെ കണ്ടിട്ടൊരു ഐഡിയയും കിട്ടുന്നില്ല. ഓരോ സ്ഥലങ്ങൾ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകണം. നമ്മളിവിടെ നദീതീരത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് യമുന നദിയാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് അവിടെയാണ് ഈ നദി സംഗമം നടക്കുന്നത്. അതായത് ഈ യമുന നദിയിലൂടെ നമ്മൾ ബോട്ടിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ഗംഗാനദി സംഗമിക്കുന്ന സ്ഥലം. അങ്ങോട്ട് ഇവിടെ ബോട്ടിന് ആണ് എല്ലാവരും പോകുന്നത്. ബോട്ടിന് പോയിട്ട് അവിടെയാണ് സംഗമസ്ഥാനമെന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. അവിടെയാണ് എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് ബോട്ടിന് പോകണം. ഇവിടെയൊക്കെ വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലതുപോലെ ബാർഗെയിൻ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് പോകും. ആദ്യം ഒറ്റ ബോട്ടിന് പറയുന്നത് 1500-2000 രൂപയൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഷെയർ ബോട്ടിൻ്റെ കാര്യം പറഞ്ഞത്. ഷെയറിനും അവർ ആദ്യം 500 രൂപ 600 രൂപയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 150 രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഇതിനു മുമ്പ് 2021-ലോ 2022-ലോ ആണെന്ന് തോന്നുന്നു, കുംഭമേളയുടെ സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. ആ സമയത്ത് ഇതിലുമൊക്കെ വളരെ വൃത്തിയും വെൽ അറേഞ്ച്ഡും ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അത്ര ഒരു അറേഞ്ച്മെൻറ്റോ ഒരു വൃത്തിയോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇവിടെ കണ്ടിട്ട്. നല്ല ചൂട് സമയമാണ്, നട്ടുച്ചയുമാണെങ്കിലും
ഈ നദിയുടെ നദിയിലൂടെയുള്ള യാത്ര വളരെ രസകരമായിട്ടൊരു അനുഭവമാണ്. നമുക്ക് ഈ ദൂരെയായിട്ട് ഗംഗാനദി നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന യമുനാ നദിയിലൂടെയാണ്, അതായത് സംഗമിക്കുന്ന സ്ഥലം കുറച്ചും കൂടെ ദൂരെയാണ് ഇവിടുന്ന്. അങ്ങനെ നമ്മൾ പ്രയാഗ്രാജിലെ പവിത്രമായ ത്രിവേണി സംഗമത്തിൻ്റെ അടുത്തോട്ട് അടുക്കുകയാണ്. ഗംഗാനദി, സരസ്വതി നദി, യമുനാ നദി, അങ്ങനെ 3 നദികൾ ഇവിടെ വന്ന് സംഗമിക്കുന്നു എന്നാണ് വിശ്വാസം. ഗംഗാനദിയും യമുനാ നദിയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. യമുനോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുനാ നദിയും ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അനേകം പുണ്യ നഗരങ്ങളിൽ കൂടെയൊക്കെ ഒഴുകിയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടം കഴിഞ്ഞിട്ടാണ് ഈ ഗംഗയും യമുനയും കൂടെ സംഗമിച്ചിട്ടാണ് അടുത്ത വാരണാസിയിലേക്കും കാശിയിൽ ഒക്കെ ഒഴുകുന്നത്. ഇവിടെയാണ് സംഗമസ്ഥാനം. ഇവിടെ 2 നദിയും ഇവിടെ സംഗമിക്കുകയാണ്. ഇവിടെ കണ്ട ഈ ബോട്ടുകളൊക്കെ സൈഡിൽ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ പ്ലാറ്റ്ഫോം പോലെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ തുണികളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ബോട്ടിൽ തുണിയൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഇവിടെ ഇറങ്ങി കുളിക്കുന്നത്. ഞാനിവിടെ കുളിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് സാധനങ്ങളൊന്നും ഏൽപ്പിക്കാനായിട്ട് ആരും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുളിക്കുന്നില്ല. തന്നെയല്ല ഞാനിവിടെ നേരത്തെ വന്ന് കുളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് പവിത്രമായിട്ടുള്ള ത്രിവേണി സംഗമം. ഇവിടെ തീരെ ആഴം കുറവാണ്. എനിക്കൊന്ന് ഈ 2 നദികളും കൂടെ സംഗമിക്കുമ്പോൾ ഈ മണലും കാര്യങ്ങളും എല്ലാം വന്ന് അടിഞ്ഞിട്ടാണ് ഇത്രയും ആഴം ഇവിടെ കുറവ്. നമ്മളിവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 നദിയും തമ്മിലുള്ള കളറിൻ്റെ വ്യത്യാസം നമുക്ക് കാണാം. യമുനാ നദി കുറച്ചും കൂടെ ഇരുണ്ട കളറാണ്, ഗംഗാനദി കുറച്ചും കൂടെ ഒരു വെള്ള കളറാണ്. അത്രയും താരതമ്യേന ഇരുളിമ കുറവാണ് ഗംഗാനദിക്ക്. അതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ തീരെ ആഴം കുറവാണ്. ആൾക്കാരൊക്കെ കുറേ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയും ആഴം കുറവാണ്. ഇപ്പോൾ എൻ്റെ ഈ നമ്മുടെ ഈ വലതുവശത്തായിട്ടാണ് ഗംഗാനദിയുള്ളത്. കുറച്ച് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാണാം കളർ വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാനായിട്ട് പറ്റും. ഈ ത്രിവേണി സംഗമം നടക്കുന്ന ഈ പ്രയാഗ്രാജ് വളരെ പവിത്രമായിട്ടുള്ള സ്ഥലമായിട്ടാണ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പരാമർശിക്കുന്നത്. ഇവിടെ ഈ 2 നദികളെ നമുക്ക് കാണത്തുള്ളെങ്കിലും സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ വന്ന് ഇവിടെ സംഗമിക്കുന്നെന്നാണ് വിശ്വാസം. നമ്മൾ ഏകദേശം 1 വർഷം മുമ്പ് ബദ്രീനാഥ് യാത്ര നടത്തിയപ്പോൾ അവിടെ നമ്മൾ സരസ്വതി നദി കണ്ടിരുന്നു മനാഗ്രാമത്തിൽ. ആ മനാഗ്രാമത്തിൽ മാത്രമാണ് സരസ്വതി നദി കാണാൻ പറ്റുന്ന ഏക സ്ഥലം. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. നമ്മൾ പോയതുപോലെ ഇവിടെ വരുന്ന എല്ലാവരും ബോട്ടേ കയറി ആ സംഗമ സ്ഥലത്തൊന്നും പോയി കുളിക്കാറില്ലെന്ന് തോന്നുന്നു. ഇവിടെ അല്ലാതെ യമുനാ നദിയിൽ മാത്രം കുളിച്ചാൽ മതി എന്നുള്ളവർക്ക് ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വിശാലമായിട്ടുള്ള അനേകം ഘാട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് ഈ പ്രയാഗ്രാജിലെ ഈ ത്രിവേണി സംഗമം അല്ലാതെ വേറെ കുറച്ച് സ്ഥലങ്ങളും കൂടെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഇപ്പം സന്ധ്യ 5 മണിയായ സമയം, നമുക്ക് അവിടെ എല്ലാം കൂടെ ഒന്ന് പോകാനായിട്ടൊന്ന് നോക്കാം. നമ്മൾ ആ ത്രിവേണി സംഗമത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ കരയ്ക്കോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ആദ്യം കാണുന്നത് ഇതുപോലെ അക്ബറിൻ്റെ ഒരു കോട്ടയാണ്. മുഗൾ ചക്രവർത്തിയായിട്ടുള്ള അക്ബർ പണിതിട്ടുള്ള കോട്ടയാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ 1-2 സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. വടവൃക്ഷം എന്നും പറഞ്ഞൊരു ആൽമരമുണ്ട്. നമ്മളിപ്പോൾ ആ കോട്ടയ്ക്കുള്ളിലേക്ക് പോകുന്നില്ല. അവിടെ ശ്രീരാമനും സീതയൊക്കെ വനവാസക്കാലത്ത് വന്ന് താമസിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പഞ്ചപാണ്ഡവർ വനവാസക്കാലത്തും ഈ വടവൃക്ഷത്തിൻ്റെ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അക്ബർ കോട്ട പണിതപ്പോഴത്തേന് ഈ വടവൃക്ഷം ഈ കോട്ടയ്ക്ക് ഉള്ളിലാക്കി പണിതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷേങ്കിൽ ഇപ്പം അവിടെ കയറി കാണാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇപ്പം നമ്മുടെ സേനയുടെ അധീനതയിലാണ് ഈ കോട്ടയും ഈ വടവൃക്ഷവും അതിനകത്തുള്ള സംഭവങ്ങളും ഒക്കെ നമ്മുടെ ആർമിയുടെ മേൽനോട്ടത്തിലാണ്. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് അകത്തോട്ട് കയറാത്തത്. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേന് വലിയൊരു ഹനുമാൻ്റെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള ക്യൂ ആണ് ഈ ഇടതുവശത്ത് കാണുന്നത്. ഞാൻ അവിടെയും കയറുന്നില്ല. ഇത്രയും ക്യൂ നിന്നിട്ട് കയറാൻ 1-2 മണിക്കൂറെങ്കിലും ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഹനുമാൻ്റെ ക്ഷേത്രം. ഈ ഹനുമാൻ്റെ ക്ഷേത്രത്തിനെ കുറിച്ച് കേൾക്കുന്ന പല രീതിയിലുള്ള ഐതിഹ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ലങ്കാദഹനം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും സീതാദേവി ഹനുമാനോട് ഇവിടെ വന്ന് വിശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹനുമാൻ ഇവിടെ കിടന്ന് വിശ്രമിക്കുന്നതാണ്. ഹനുമാൻ്റെ കിടക്കുന്ന ഹനുമാൻ്റെ ഒരു പ്രതിമയാണ് ഇതിനകത്തുള്ളത്. പ്രയാഗ്രാജിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. ഇവിടെ ദേവിയുടെ വലത്തെ വിരലുകൾ വീണ സ്ഥലമാണ് ഇതെന്നാണ് വിശ്വസിക്കുന്നത്. ശക്തിപീഠം 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. പ്രയാഗ്രാജിൽ വരുന്നവർക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പുണ്യസ്ഥലമാണ്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല എങ്കിലും നമ്മൾ അകത്തോട്ട് കയറുന്നില്ല. നമ്മൾ ശരിക്കും ഈ യാത്ര തുടങ്ങിയത് 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്ര ആണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ആ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ നമ്മൾ വന്നതാണ് ഈ പ്രയാഗ്രാജിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ളൊരു സംഭവം ഒന്നും അല്ല ഇതെന്നുള്ള കാര്യം എനിക്കറിയാം. എങ്കിലും ഇവിടെ ആരെങ്കിലും കാണാൻ വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സ്ഥലം കൂടെ പറയാം. ഭരദ്വാജാശ്രമം എന്ന് പറഞ്ഞ് പ്രസിദ്ധമായിട്ടുള്ള ഒരു ആശ്രമം കൂടെ ഉണ്ട്. അവിടെയും ഞാനിപ്പോൾ പോകുന്നില്ല. അവിടെ ശ്രീരാമന് വനവാസക്കാലത്ത് ഭരദ്വാജാശ്രമത്തിൽ താമസിക്കുകയും വനവാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്കും അവിടെ താമസിച്ചായിട്ടൊക്കെ നമുക്കറിയാം. ആ ഭരദ്വാജാശ്രമം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മുടെ വലതുവശത്ത് കാണുന്ന ഒരു ശങ്കരാചാര്യ മഠമാണ്. കാഞ്ചീല ശങ്കരമഠത്തിൻ്റെ കീഴിലാണ് ഈ മഠമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇവിടെ വെച്ചിട്ടാണ് ശങ്കരാചാര്യരും
കുമാരലി ഭട്ടരും ആയിട്ടൊരു തർക്കം നടക്കുന്നതായിട്ടുള്ള കഥയൊക്കെ നമ്മൾ ഇന്ത്യൻ ഫിലോസഫി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ തമ്മിൽ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകണം. ആ തർക്കം നടന്നത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. ആദിശങ്കരാചാര്യരും കുമാരലി ഭട്ടരും തമ്മിൽ സംവാദങ്ങൾ നടന്ന സ്ഥലം ഇതാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. നമ്മുടെ പ്രയാഗ്രാജിലെ കാഴ്ചകൾ ഏകദേശം പൂർണ്ണമാവുകയാണ്. ഞാൻ ഈ യാത്ര ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഇടയ്ക്കിടയ്ക്ക് ഈ അയോധ്യയ്ക്കുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് വൈകുന്നേരത്തേനൊന്നും ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല. നാളെ രാവിലെ 4 മണിക്കാണ് ട്രെയിനുള്ള ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഇവിടെ ഇനിയും റൂം എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോകുന്ന അയോധ്യയ്ക്കാണ്. നാളെ രാവിലെ 4 മണിക്ക് നമുക്ക് ഇവിടുന്ന് അയോധ്യയ്ക്ക് നമുക്ക് ട്രെയിനാണ്. അപ്പം ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ദയവായിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ അയോധ്യയാണ്, അത് കഴിഞ്ഞിട്ട് വാരണാസിയാണ് വരുന്നത്. എല്ലാവരും വീഡിയോകളൊക്കെ കാണുക. എല്ലാവർക്കും നമസ്കാരം.